അമിത്ഷായും അഖിലേഷ് യാദവും തമ്മിൽ വഖഫ് ബില്ലിനെ ചൊല്ലി വൻ വാക്കുതർക്കമാണ് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ശക്തമായ എതിർപ്പാണ് സമാജ്വാദി പാർട്ടി ബില്ലിനെതിരെ സഭയിൽ അദ്ദേഹം ഉയർത്തിയത്. മുസ്ലിങ്ങളോടുള്ള വലിയ വിവേചനമാണ് ഈ ബിൽ എന്നുള്ള വിമർശനമാണ് SP ഉയർത്തിയത്. സർക്കാർ നിലപാട് ദുരൂഹമാണെന്നും പറയുന്നു. തെരഞ്ഞെടുപ്പെടുക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു പൊതു സൂചനയാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. ഇതിൽ പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാന ഒരു കാര്യം വഖഫ് കൗൺസിലിനെയും അതുപോലെ തന്നെ വഖഫ് ബോർഡുകളെയും നിരായുധീകരിക്കുന്ന ഒരു ബില്ലാണ് എന്നുള്ള ആക്ഷേപമാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്നല്ലാത്ത ആളുകളെ പോലും ഈ വഖഫ് ബോർഡിന്റെ ഭാഗമാക്കാനുള്ള ഒരു തീരുമാനം, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർമാർക്ക് കൂടുതൽ അധികാരം നൽകാനുള്ള തീരുമാനം, ഇതോടുകൂടി വഖഫ് ബോർഡ് അപ്രസക്തമാകും എന്ന ആശങ്കയാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പരാതി കിട്ടിയാൽ ആ ഘട്ടത്തിൽ സർക്കാർ ഇടപെടാം എന്നല്ലാതെ ഇത് മൊത്തത്തിൽ പിടിച്ചടക്കുന്നതിനുള്ള രീതിയിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഒരു മതപരമായ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ മതവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള കടന്നുകയറ്റത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള ആക്ഷേപവുമാണ് ഉന്നയിക്കുന്നത്. നിയമവിദഗ്ധരടങ്ങുന്ന സംഘം ഇതിന് നിയമസാധ്യത എത്രത്തോളം എന്ന് പരിശോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ നേടുന്നതിനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്.